ഹായ് ഓൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിറാത്ത് കേൾക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കാൻ പോകും. അതിനായിട്ട് ഒരു പാത്രം വെക്കുക. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് പിന്നെ പുളി കുതിർത്ത് വെച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ മീനും ഇട്ട് വെക്കാം. അങ്ങനെ എല്ലാ മീനുകളും ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ചായ കുടിക്കാനുള്ള പരിപാടികൾ നോക്കാം. രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ചായ കുടിക്കാം. കുറച്ച് അടിപൊളിയായിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗുമ്മിലൊഴിക്കാൻ നോക്കിയതാണ്, പക്ഷേ പകുതി പുറത്തേക്ക് പോയി. സാരമില്ല. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബാക്കി ചായയും ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ 2 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള എഗ്ഗാണ്. കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കഴിക്കൂല, അപ്പോൾ ഇക്കാക്ക് അതൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ടും എനിക്ക് അതിട്ടിട്ടുള്ളതും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കറി റെഡിയായി. ഇനി അതിൻ്റെ അപ്പുറം കഴിക്കാൻ പത്തൽ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ പത്തൽ എന്ന് പറയട്ടാ. ഈ മലപ്പുറം അങ്ങോട്ടൊക്കെ പത്തിരി എന്നാണ് പറയാമെന്ന് വീഡിയോസിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പത്തൽ, ഒറോട്ടി അങ്ങനെയൊക്കെ പറയാം. അതും നമ്മളെ ഏരിയയിൽ പത്തൽ തന്നെ, മെയിനായിട്ട് പത്തൽ എന്ന് പറയും. മറ്റേ നെയ്യിൽ ചുട്ടിട്ടെടുക്കുന്നതിന് നെയ്പ്പത്തലും, ഇത് സാധാ ഒട്ടുപത്തൽ അങ്ങനെ പറയൽ. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ അപ്പോഴേക്ക് ചെറുതായിട്ട് മഴ ഒന്ന് പെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ പത്തലൊക്കെ റെഡിയാക്കി എടുത്തു. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചു. രാവിലെ ഒക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അവർക്ക് ജോലി സ്ഥലത്ത് നിന്ന് പിന്നെ പോയിട്ട് കഴിക്കാനൊന്നും കഴിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് കാരണം രാവിലെ തന്നെ കുറച്ച് ഉണ്ടാക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബാക്കി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കും. അത് അന്നേരത്തെ മൂഡ് പോലെ ഇരിക്കും. അങ്ങനെ ഇന്നത്തെ പത്തിരി അങ്ങനെ ഏകദേശം രാവിലത്തേക്ക് മാത്രമേ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും ഉണ്ടാക്കാനുണ്ട്. ബാക്കി പിന്നെ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ പത്തിരിയും കറിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു. അവർ പോകുന്നതിന് മുമ്പുള്ളൊരു തിരക്ക് അതുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ സ്കൂളിൽ അയക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊരു തിരക്ക് തന്നെയല്ലേ, രാവിലെ ഒരു തിരക്കാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ലൊട്ടയെടുത്ത് കഴിച്ചു. പിന്നെ തുടങ്ങി നല്ല മഴ. പിന്നെ കുറേ ദിവസം ഞാൻ ലൊട്ടയും തിന്ന് മഴയും ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. മഴയും ആസ്വദിച്ചിരുന്നിട്ട് സമയം പോലും അറിഞ്ഞില്ല. അലക്കാനും തുടക്കാനൊക്കെ ഉണ്ട്, പണികളൊക്കെ ബാക്കി വന്നപ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.